ഞാനിത് ഒരാളെ കാത്തിരിക്കുന്നു. അയ്യോ, ഹെൽമെറ്റ് ഇട്ടില്ലേ? എന്താ ഏട്ടാ, ഹെൽമെറ്റ് ഇട്ടില്ല ഏട്ടാ. അല്ലേട്ടാ, നീ ഇങ്ങോട്ട് ഇറങ്ങി. അരെ കോപ്രായം കാണാൻ കാത്തിക്കല്ലേ. തളച്ചിന്തോ കൊടുത്തുവിട്ടിട്ടുണ്ട് കേട്ട് അത് കാണാൻ നിൽക്കാണ്. ഇവന്റെ വിചാരം നിങ്ങളുടെയും വിചാരം ഇവരൊക്കെ വിചാരിക്കുന്നത് ഞാൻ അരുണേട്ടനെ കാത്തിരിക്കുന്ന ചോറുന്നു പോയി. ഓനിങ്ങോട്ട് ചോദിച്ചിട്ട് സാമ്പാർ വരും അമ്മ. അതൊക്കെ ഞാൻ പറഞ്ഞേ സാമ്പാറിൽ കൊണ്ടുവരുന്നുണ്ടാവില്ല. പൂന്തിങ്കളാണ് എന്റെ ഭാര്യ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അങ്ങോട്ട് നടക്കണം. ഒരു സാമ്പാർ. അവനൊരു തുണി എടുത്തുകൂടാ? എനിക്ക് നാളെ എന്റെ ഒരു വെള്ള തുണി. ഓന് കല്ല കസവ് ഉള്ള മുണ്ട് വേണം. എന്റെ പറഞ്ഞ ഞാൻ വേറെ വാങ്ങിക്കും. അപ്പൊ ഗൈസ്, ഇതെന്താണ് നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും. എനിക്ക് ഇന്നും കൂടി ഒരു ഏട്ടൻ മെസ്സേജ് അയച്ചിട്ടേ ഉള്ളൂ. ജസ്ന, നിനക്ക് എവിടുന്നെങ്കിലും റെന്റിന് കിട്ടുന്നുണ്ടോ ഡ്രസ്സ്? ഇങ്ങനെ മാറ്റിയിടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ എൻ്റെ ലൈവിൽ വരുന്ന ലാമി പറഞ്ഞിട്ടുണ്ട്, താത്ത എനിക്കൊരു ഡ്രസ്സ് തരണേന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നിട്ട് ലാമിയൊക്കെ ഓരോരോ അറ്റാച്ച്മെൻ്റ് ഉള്ള ഡ്രസ്സുകളാണ് എൻ്റെ കയ്യിലുള്ളത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, അമ്മ ഡ്രസ്സ് എടുത്തതാണ്. ഇതിലേതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ അതെടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തയച്ചതാണ്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കിയാലോ? മടക്കി നോക്കണേ. ഓരോന്നോരോന്നായിട്ട് നോക്കുന്ന സമയത്ത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത്. സെയിം കളർ എനിക്ക് ഗ്രീൻ ആൻഡ് ഈ ഒരു കളറിലുണ്ട്. എനിക്കതാ ഈ ഷോള്, ഇത് എനിക്ക് ഇല്ലാത്തൊരു ഷോളാണ്. അപ്പോൾ ഇല്ലാത്തൊരു ഷോൾ ആയതുകൊണ്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പെൻഡിങ്ങിൽ വെക്കുക. പിന്നെ ഇത്രയ്ക്ക് ലൈറ്റായിട്ടുള്ള കളറില്ല, പക്ഷേ കുറച്ചൊരു എന്താ പറയുക, കുറച്ചും കൂടി ഒരു ഡാർക്കായിട്ടുള്ള വയലറ്റ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇതെനിക്ക് വേണ്ട. തുറക്കണ്ടല്ലോ. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ഇതാണ് ബോട്ടം വരുന്നത്. സെയിം സാധനമാണ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ദേ ഇങ്ങനെയാണ്. ഫ്രണ്ട് പോർഷൻ വരുന്നത് അതവിടെ കേട്ടെ. നെക്സ്റ്റ് ഒരു റെഡ് കളറാണ്. ഇത് റെഡ് കളർ. ഇതിൻ്റെയും ദുപ്പട്ട അതിൻ്റെയും ദുപ്പട്ട സെയിം ആണ്. അതിൻ്റെ കളർ ചേഞ്ച് എന്നുള്ള രീതിയിലാണ് തോന്നുന്നു അതെടുത്തത്. അപ്പം ഇതിൻ്റെ വർക്ക് കുറച്ച് ഹെവി വർക്ക് ആയിട്ടുണ്ട്. നൂർത്തുന്നില്ല, നൂർത്തിയാൽ വെറുതെ മടക്കാൻ ബുദ്ധിമുട്ടാണ്. ഹെവി വർക്കായിട്ടുണ്ട്. ഇനി നാലാമത്തെ ഇതോ ആണ് എടുക്കുക എന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. കേൾക്കാം, നോക്ക് പോകാം വീഡിയോയിലേക്ക്. ഇങ്ങനത്തെ ഒരു മോഡൽ ഓൾറെഡി ഒരു തട്ടം എനിക്കുണ്ട്. അതും ഒരു വയലറ്റിൻ്റെതാണ്. പിന്നെ ഈ ഒരു ബോട്ടവും ഈ ഒരു ടോപ്പുമായിട്ട് കുറച്ചൊരു ബന്ധമില്ലായ്മ ഉണ്ടല്ലോ. ഓനയിൽ കാണുന്നുണ്ടോ? ഇത് രണ്ടും കൂടി ഒരു ബന്ധമില്ലായ്മ ഉണ്ട്. അപ്പം ഇവനെ എനിക്ക് വേണ്ട. അപ്പം നമ്മൾ ഇവനായിട്ട് സെലക്ട് ചെയ്യാം. കാരണം ഈ ബോട്ടം ഇവനുമായിട്ട് കുറച്ചൊരു ബന്ധക്കേട് എനിക്ക് തോന്നുക. ഷാള് കേട്ടോ, ഷാളൊരു കോട്ടൺ ഷാളാണ്. എനിക്ക് പിടിച്ചതേ ഇല്ല.
അമ്മ ഇത് രണ്ടാമത്തെ ഓണക്കോടിയാട്ടോ എനിക്ക് എടുത്തു തരുന്നത്. ആദ്യത്തേൻ്റെ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു, അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്, കുറച്ച് ഹെവി വർക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഈ 3 നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുക. അപ്പം നമ്മൾ ഈ വെറൈറ്റി തട്ടമുള്ള ആണ്. ആദ്യമായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു ഇട്ട് നോക്കുക, പക്ഷെ അതിപ്പം ഇങ്ങനെയായി. എന്താ മാറ്റം! നല്ല ക്ലോത്താണ് തട്ടത്തിൻ്റെ. ഇതെന്ന് വെച്ചാൽ ചെറിയ വർക്കാണ് ഉള്ളതെങ്കിൽ പോലും XXL ആണ്. നല്ലതായിട്ട് വീഡിയോ കൊടുക്കേണ്ടി വരും, എന്നാൽ പോലും എനിക്കിത് മതി. ഞാൻ വേണ്ടിയിട്ടൊന്ന് ഇട്ട് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഫൈനലി ഞാൻ തീരുമാനിച്ച് എടുത്തു വെച്ചത്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മോളെ പ്രിയെ, ഇതാണ് മാതൃത്വം. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. ബോട്ടം വരുന്നത് ഇതാണ്, ആൻഡ് ദുപ്പട്ട വരുന്നത് ഇതാണ്. ദുപ്പട്ട അപ്പം അമ്മൻ്റെ തന്നെ ഓണക്കോടി രണ്ടാമത്തതാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇത് ഞാൻ ഫൈനലി തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ എൻ്റെ മകൻ, എൻ്റെ സ്വന്തം മകൻ, എൻ്റെ മാത്രം മകൻ മടക്കി വെക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ. ഇതിൻ്റെ കൂടെ ഞാൻ അമ്മൻ്റെ വേറൊരു ഓണക്കോടി കൂടി ഉണ്ട്, അതോടെ കൂട്ടിയിട്ടിട്ടാട്ടോ. ഓക്കെ, ടാറ്റാ. ഹായ് ഗൈസ്, ഓണാണല്ലോ വരുന്നത്. ഓണത്തിനേക്ക് അമ്മയുടെ വക ഓണക്കോടിയും കൊണ്ടുവന്നതാണ്. എങ്ങനെയുണ്ട്? വേറെ ഒന്നുകൂടി ഉണ്ടായിരുന്നു കേട്ടോ, അതെനിക്ക് പറ്റത്തില്ല, ഭയങ്കര ടൈറ്റാണ്. പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിപ്പോൾ ഒക്കെ ഫ്രോക്ക് മോഡലാണല്ലോ ഇടാറ്, അപ്പോൾ അതുകൊണ്ട് ഫ്രോക്ക് മോഡൽ തന്നെ എടുത്തതാണ്. നല്ല മെറ്റീരിയൽ, ഒരു എന്താ പറയുക, പറുതനെയൊക്കെ ഒരു ഫീൽ ചെയ്യുന്നൊരു മെറ്റീരിയൽ, ഒരു കുഴഞ്ഞൊരു മെറ്റീരിയൽ കേട്ടോ. പക്ഷേ നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ലോണം ഇഷ്ടമായി. കാരണം ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ എല്ലാ ഓണത്തിനും മേടിച്ച് തരാറുണ്ട്. ഇതൊട്ടും വിചാരിക്കാത്തൊരു സർപ്രൈസ് തന്നെയാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പർദ്ദയാണ് ഫീൽ ചെയ്യുന്നത്. ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ വേണ്ടിയിട്ടൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ല കാണാൻ. ഈ ക്ലോത്താണ് മേലിങ്ങനെ എന്താ പറയുക, വല്ലാത്തൊരു ക്ലോത്ത്, ഒട്ടി നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ക്ലോത്താണ്. അപ്പോൾ ഓണത്തിനേക്ക് ഇപ്പം എത്രയെങ്ങാണ്ടാ ഡ്രസ്സ് എന്നറിയോ, ഭയങ്കര രസമല്ലേ ഫുൾ കൈയൊക്കെ ആയിട്ട്. എനിക്ക് ഫുൾ കൈ അല്ലെങ്കിൽ നല്ലോണം ചേരും കേട്ടോ. എനിക്ക് ഫുൾ കൈ 1-2 ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഫുൾ കൈ ഞാൻ എടുക്കാണ്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഗുരുവായൂർ പോകുമ്പോൾ ഇടണമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ളൊരു ഡ്രസ്സ് ഉണ്ട്, ഒരു റെഡ് ഫുൾ കൈയൊക്കെ ആയിട്ട്. അതും ഇതേപോലെ ഗൗണാണ്. അപ്പം ഞാനിങ്ങനെ ഗൗൺ ടൈപ്പ് എടുക്കുന്നതുകൊണ്ട് അശാത്തി ഗൗൺ ടൈപ്പ് എടുത്തിട്ട് വന്നാൽ, അല്ലാതെയൊക്കെ നോർമലി എനിക്ക് ചുരിദാർ, അങ്ങനെ പലപ്പോഴും വീഡിയോ ഇട്ട് നിങ്ങൾ കാണാറുണ്ടല്ലോ, ചുരിദാറാണ് എനിക്ക് എടുത്തോണ്ടാക്കി. പ്രാവശ്യം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൗൺ എടുത്തു. അപ്പം അതൊന്ന് കാണിച്ചു തരാം. അപ്പം അങ്ങനെയുള്ള അതാണ് ഇന്നത്തെ വിശേഷം. അമ്മ അപ്പുറത്താണ്, അതുകൊണ്ട് അമ്മനെ കിട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ടാറ്റാ.